എങ്കിൽ ഇന്ന് ഞങ്ങളുടെ പക്കൽ നിന്ന് ഉയരുന്ന സ്വരം അവരുടേതാണ്. ഇന്ന് ഞങ്ങൾ ഉയർത്തുന്ന കണ്ണുനീര് അവർക്ക് പകരമാണ്. ഇന്ന് ഞങ്ങളുടെ ശബ്ദം അവർക്ക് പകരമാണ്. ഒന്നോർക്കുക, ഞങ്ങളും നന്മ ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് സമർപ്പിത ജീവിതത്തിന്റെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു? സ്കൂളുകളും അഗതി മന്ദിരങ്ങളും ആശുപത്രികളുമൊക്കെ നടത്തിയിട്ട് വിശപ്പുള്ളവനെ അന്നം നൽകി പോറ്റിയതാണോ മതപരിവർത്തനം? മുറിവേറ്റവനെ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് തിരിച്ചയച്ചതാണോ മതപരിവർത്തനം? ആരുമില്ലാത്തവനെ, പുഴുവരിച്ച് റോഡിൽ കിടക്കുന്നവനെ കൈകളിലേന്തി അവന് താങ്ങും തണലും നൽകി ഒരഗതി മന്ദിരത്തിൽ അവന് അഭയം നൽകുന്നതാണോ മതപരിവർത്തനം? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും നടക്കുന്ന നന്മ പ്രവൃത്തികൾ കാണാൻ സാധിക്കാതെ സമർപ്പിതരെ മാത്രം ഇന്ന് ആക്രോശിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെയൊക്കെ വീടുകളിലുമില്ലേ സഹോദരങ്ങള്? നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെയല്ലേ ഞങ്ങളും? ഇന്ന് സമൂഹത്തിന്റെ മുമ്പില് സമർപ്പിതര്, ക്രൈസ്തവര് അധിക്ഷേപത്തിനും അതിക്രമത്തിനും മതപരിവർത്തനം എന്ന വ്യാജേന തുറങ്കിലടക്കപ്പെടുകയും വലിച്ചിഴക്കപ്പെടുകയും ജനസമൂഹത്തിന്റെ മുൻപിൽ ആക്ഷേപരഹിതരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. ഞങ്ങൾ ജപമാല കരങ്ങളിൽ ഉയർത്തി, കുരിശുരൂപം കൈകളിൽ ഉയർത്തി പ്രാർത്ഥനയിലൂടെ പ്രതികരിക്കും. ആയുധം കൊണ്ടല്ല, സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു വനിത, വിശുദ്ധയായ മദർ തെരേസ നമുക്കൊക്കെ കാണിച്ചു തന്നത് എന്താണ്? ആ മദർ തെരേസയെ പോലും ഇന്ന് അവഹേളിക്കുന്ന രീതിയിൽ മതപരിവർത്തനം എന്ന വ്യാജേന അവരുടെയൊക്കെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ എവിടെയാണ് സമത്വവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെതായ അർത്ഥം കൈവരിക്കുക? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശമായ മതസ്വാതന്ത്ര്യം എവിടെയാണ് നമുക്കുള്ളത്? മതേതരത്വ രാഷ്ട്രമായ ഇന്ത്യയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട നമ്മൾ ഇന്ന് ഭയത്തിന്റെ കീഴിൽ കഴിയുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഇത്രയും ആത്മായ സഹോദരങ്ങൾ സന്നദ്ധരായെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരളത്തിനപ്പുറത്ത് നടന്ന ഈ സംഭവങ്ങൾ കേരളത്തിലും അതിവിദൂരത്തല്ല. നമ്മുടെ ഭാവിയും സുരക്ഷിതമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മൾ ഇത്രയും